ഹലോ, എന്താണ് ബായ് വന്നിട്ടോ? കുക്കിംഗ് വിത്ത് ബായ്. നമ്മളതേ ഞണ്ടോണ്ടുള്ള പരിപാടി കേട്ടോ. കുറച്ച് നല്ല അടിപൊളി ഞണ്ട് കിട്ടിയിട്ടുണ്ട്. വലിയ ഞണ്ട് നോക്കിയിട്ടാ പോയത്, വലുത് കിട്ടിയില്ല, ചെറുത് കിട്ടി. അപ്പൊ നമുക്ക് ചെറിയ ഞണ്ടോണ്ട് ഒരു അടിപൊളി പരിപാടി. നമുക്കിത് നേരെ കിട്ടി വരാം, വാ. അപ്പോഴേ ഞണ്ട് നേരാക്കാം നമുക്ക്. നിങ്ങൾക്കൊക്കെ ഞണ്ട് നേരാക്കാൻ അറിയോ? ഇല്ലെങ്കിൽ വന്ന് കണ്ടോ, വാ. ഉണ്ടോ, അതൊക്കെ ആവശ്യമില്ലാത്ത ഭാഗം കേട്ടോ. അങ്ങനെ കത്തി കൊണ്ട് വെട്ടിക്കാണ്ടേ ഉണ്ടോ, സിമ്പിൾ പരിപാടിയാ. ഇതൊന്നും ചെയ്യണ്ടോ ഇവൻ്റെ ഇവിടെ കയ്യും കാലൊക്കെ ഉണ്ടേ പറിച്ചെടുക്കാം നമുക്ക് കേട്ടോ. ഇനി വയർ ഭാഗം ഇത് വേസ്റ്റാട്ടോ, നമുക്ക് കളയാം. ഇനി ഇതൊക്കെ വേസ്റ്റ് ഭാഗങ്ങളൊക്കെ എടുത്ത് കളയാം. സെറ്റ്. അപ്പോൾ നമ്മുടെ ഞണ്ടൂട്ടന്മാരൊക്കെ അടിപൊളിയാക്കി വൃത്തിയാക്കി സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനുള്ള മസാല ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഉരുളി വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഓയിൽ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോഴേ എണ്ണ ചൂടായി, നമുക്ക് ഉള്ളിട്ട് കൊടുക്കാം കേട്ടോ. ഉള്ളി നന്നായിട്ട് വഴറ്റി വരട്ടെ കേട്ടോ. എന്നിട്ട് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോഴേ ഉള്ളി നല്ല അടിപൊളിയായിട്ട് വഴറ്റി കൊണ്ടുവന്നു കേട്ടോ. നമുക്ക് ഇഞ്ചിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം കേട്ടോ. ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ പച്ചമണല്ലേ അങ്ങനെ പോട്ടെ കേട്ടോ. അവിടെ കടന്ന് വേവട്ടെ. അപ്പൊ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ മസാലകൾ ഇടാം കേട്ടോ. ഗരം മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ശകലം, ആവശ്യത്തിന് ഉപ്പ് ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. നേരത്തെ എണ്ണയൊക്കെ നല്ല തെളിഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് മസാല ഇളക്കി കൊടുത്ത് ഇപ്പം ആ പൊടികളൊക്കെ കൊണ്ട് സെറ്റ് ആവട്ടെ. അപ്പോൾ ഇവിടെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞണ്ടിട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് അടിപൊളിയായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഇളക്കിയിട്ടേ നമുക്ക് മൂടിയേക്കാളുള്ള പരിപാടി വെക്കാം കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ടേ നമുക്ക് മൂടാം. അപ്പോൾ നമുക്ക് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ. സാധനം സെറ്റായിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും മലയാളം ഇട്ടിട്ടേ ഒന്നുകൂടെ ഒന്ന് മൂടി വെച്ചിട്ടേ ഒന്ന് നോക്കട്ടെ കേട്ടോ. ഒന്ന് ഇളക്കി കൊടുത്തിട്ടേ ഒന്ന് ഇളക്കാം. സാധനം നല്ല മണം കേട്ടോ. എന്താണ് മണം എന്നറിയാം. ഒന്ന് മൂടി വെച്ചിട്ടേ ഒന്ന് കുറച്ച് കൊണ്ടിരിക്കട്ടെ. മൂടിയടേ, മൂടിയെടുത്താ കുറച്ച് ഇരിക്കട്ടെ കേട്ടോ. സാധനം കഴിഞ്ഞിട്ട് നോക്കാം കേട്ടോ. നമുക്ക് തുറന്നു നോക്കില്ലേ. ഓ സെറ്റ് മോനെ, എന്താ മണം. ഓഹോ, നമുക്കേ വേഗം സെറ്റ് ചെയ്യാം. എന്നിട്ട് പിടുത്തം പിടിക്കണം. വാ വാ വാ. അപ്പോഴേ നമ്മുടെ സാധനം അടിപൊളി സെറ്റാക്കിയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ഗംഭീരം മണം. എന്നിട്ട് നമുക്ക് ടേസ്റ്റ് നോക്കാം കേട്ടോ. നല്ല കഷ്ണം, മുഴുത്ത വയറിൻ്റെ കഷ്ണം കേട്ടോ. മോനെ ഇവിടെ ഇറച്ചിയില്ല. അതിന് ഇറച്ചി നോക്കി നോക്ക്. ഇതുവാ അതിനെത്താ നോക്കിയത്. ആ ചെറിയ ഞണ്ടായ എന്താ പ്രത്യേകം അറിയോ, അങ്ങനെ കടിച്ചു മുറിച്ചാൽ അങ്ങനെ തിന്നാം. ആ ഷെല്ലൊക്കെ തിന്നാം. ഇവിടെ നല്ല ചൂട് പൊറോട്ട ഒരു പിടുത്തം പിടിച്ചോട്ടെ. നമുക്ക് മസാല കൂട്ടിയിട്ട്
അല്ലേ അന്യായ ടേസ്റ്റാണ്. വായിന്ന് വെള്ളം നിൽക്കണില്ല. നമുക്ക് മസാല കൂട്ടിയിട്ടേ പൊറോട്ട കൊണ്ട് തിന്നിട്ട് എന്താ പരിപാടി നോക്കാം. ആ കണ്ടോ, ആ കളറ് കാണുമ്പോൾ തന്നെ അതിൻ്റെ ടേസ്റ്റ് നമുക്ക് മനസ്സിലായിക്കൂടെ. പൊറോട്ടക്കന്നെ വെച്ചു, പൊറോട്ട ഞാൻ റോസ്റ്റ്. ഓ അന്യായ ടേസ്റ്റ്. നിങ്ങൾക്കൊക്കെ കൊതിയാവുണ്ടെന്നൊക്കെ അറിയാം, കാര്യമില്ല, ഉണ്ടാക്കി കഴിച്ചോ കേട്ടോ, നല്ല ടേസ്റ്റാണ് അത്. അപ്പോൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും മറക്കരുത് കേട്ടോ. ഞാനൊന്ന് തീർക്കട്ടെ.